വളരെ അടുത്തായിട്ട് സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളുടെ, അതായത് 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ രക്തത്തിൽ വൈറ്റമിൻ D3യുടെ അളവിനെക്കുറിച്ച് നടന്ന ഒരു പഠനത്തിൽ വളരെ ഭീതിജനകമായൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതായത് 50% വരുന്ന കുട്ടികളുടെ രക്തത്തിലും വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ പരിതാപകരമായ രീതിയിൽ കുറവായിട്ടാണ് കണ്ടത്. നമുക്കറിയാം, വൈറ്റമിൻ D3യുടെ രക്തത്തിലുള്ള മിനിമം അളവ് എന്ന് പറയുന്നത് 30 നാനോഗ്രാം ml ആണ്. ഒട്ടുമിക്ക കുട്ടികളിൽ ഇതിന്റെ പകുതി പോലും ഇല്ല എന്നുള്ളതാണ് പഠനം പറയുന്നത്. എന്താണ് വൈറ്റമിൻ D3യുടെ അഭാവത്തിലെ ഡെഫിഷ്യൻസിക്കുള്ള കാരണമെന്നും അതിനുള്ള പരിഹാരം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ KP അക്ബർ, കണ്ണൂരിൽ നിന്നുള്ള ഹോമിയോപ്പതിക് ഡോക്ടർ. വൈറ്റമിൻ ഡിയുടെ സ്രോതസ് നമുക്ക് ആദ്യം പരിശോധിക്കാം. വൈറ്റമിൻ ഡിയുടെ 3 പ്രധാനപ്പെട്ട സോഴ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് വെയിലാണ്. അതായത് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തട്ടി ശരീരത്തിൽ സ്കിന്നിനുള്ളിലുള്ള 7D ഹൈഡ്രോക്സി കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനത്തെ മാറ്റി പ്രീ വൈറ്റമിൻ D3 ആക്കി മാറ്റി പിന്നീട് ഇത് വൈറ്റമിൻ D3 ആക്കി മാറ്റുന്നു. ഈ വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിലുള്ള എല്ലിനും പല്ലിനും മസിൽസിനും ഒക്കെ ശക്തിപ്പെടുത്തുന്നതിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ വെയിൽ കൊള്ളാതിരിക്കലാണ് വൈറ്റമിൻ D3യുടെ അഭാവത്തിലുള്ള പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അതായത് ചിലതരം ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് റെഡ് മീറ്റ്സുകൾ, ചീസ്, മുട്ടയുടെ മഞ്ഞ, പിന്നെ മത്സ്യങ്ങൾ, ചെമ്പല്ലി, അയില, മത്തി, ചൂര പോലുള്ള മത്സ്യങ്ങൾ, അതുപോലെ തന്നെ ബ്രക്കോളി പോലുള്ള പച്ചക്കറികൾ, നെല്ലിക്ക, നാരങ്ങ പോലുള്ള ഫ്രൂട്ട്സുകൾ, ഇതൊക്കെയാണ് ഭക്ഷണത്തിനുള്ള സോഴ്സ്. മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ D സപ്ലിമെന്റ്സ് ആണ്. അതായത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഗുളികകളോ അല്ലെങ്കിൽ പൗഡർ പോലുള്ള സപ്ലിമെന്റ്സുകളാണ് മറ്റൊരു സോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സോഴ്സിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ D3 പ്രവേശിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം തന്നെയാണ്. എന്നാൽ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന വൈറ്റമിൻ D3യുടെ അളവിന് ഒരു പരിമിതിയുണ്ട്. വെയിലിൽ നിന്ന് കിട്ടുന്ന അത്ര വൈറ്റമിൻ D3 ഭക്ഷണത്തിൽ നിന്ന് ഒരിക്കലും തന്നെ കിട്ടാനില്ല. ഇനി വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിക്കുള്ള കാരണങ്ങൾ പരിശോധിക്കാം. ആദ്യത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിൽ കൊള്ളുന്നതിനുള്ള കുറവ് തന്നെയാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലുള്ള വൈറ്റമിൻ D3 വേണ്ട വിധത്തിൽ ശരീരം ആഗിരണം ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവുക. അതായത് ചിലതരം അസുഖങ്ങൾ, ഉദരത്തിനുണ്ടാവും ചിലതരം അസുഖം, പിന്നെ ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങൾക്കുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ചിലതരം മരുന്നുകൾ, അതായത് സ്റ്റീറോയിഡ്സ്, അതുപോലെ തന്നെ എല്ലാ സ്റ്റീറോയിഡ്സ് അല്ല, ചിലതരം സ്റ്റീറോയിഡ്സുകൾ, പിന്നെ ലാക്സേറ്റീവ് പോലുള്ള മരുന്നുകളുടെ അമിതമായ ഉപയോഗം, ഇവയൊക്കെ കാരണം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന വൈറ്റമിൻ D3യുടെ ആഗിരണത്തെ തടസ്സപ്പെടുത്തിയേക്കാം. അപ്പോൾ ഇതാണ് മുഖ്യ കാരണം. വൈറ്റമിൻ D കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് സിംറ്റംസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. വൈറ്റമിൻ D കുറയുമ്പോൾ, നന്നേ കുറയുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ ചെറിയ കുട്ടികളുടെ എല്ല് സോഫ്റ്റ് ആവുകയും പിന്നീട് അത് വളയുകയും ചെയ്യുന്നു. അതായത് ബോലേക്ക് എന്നാണ് ഇതിന് പറയാം. അതുപോലെ മറ്റൊരു അസുഖമാണ് റിക്കറ്റ്സ് എന്നത്. അതായത് ഈ വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. പിന്നെ മിക്ക കുട്ടികളിലും അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. അതായത് ഇറിറ്റബിളാവുക കുട്ടികൾ, അതുപോലെ തന്നെ അകാരണമായ ക്ഷീണം ഉണ്ടാവുക, മുടികൊഴിച്ചൽ വരിക, കൈകാലുകളുടെ മസിലുകൾ വേദനിക്കുക, പഠിത്തത്തിൽ ശ്രദ്ധ കുറയുക, ഒന്നിനോടും താല്പര്യമില്ലാതിരിക്കുക, അലസത, ഇതൊക്കെയാണ് വൈറ്റമിൻ D3 കുറയുമ്പോൾ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഞാൻ പറഞ്ഞു, വൈറ്റമിൻ D3യുടെ അഭാവത്തിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് വെയിൽ കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വരും, എപ്പോഴാണ് വെയിൽ കൊള്ളേണ്ടത്? വെയിൽ കൊള്ളാനുള്ള യഥാർത്ഥ സമയം എന്ന് പറയുന്നത് രാവിലെ 11:30 മുതൽ 3 മണി വരെയുള്ള സമയത്താണ്. പക്ഷേ ഈ സമയത്ത് അൾട്രാവയലറ്റ് B രശ്മികളുടെ സാന്ദ്രത സൂര്യപ്രകാശത്തിൽ വളരെ കൂടുതലുള്ളതിനാൽ അത് സ്കിന്നുമായിട്ട് പ്രതിപ്രവർത്തനം നടത്തി പിന്നീട് ശരീരത്തിൽ കറുത്ത പാടുകൾ ഉണ്ടാവുകയും കാലക്രമേണ സ്കിൻ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് രാവിലെ 9:30 മണി മുതൽ 11 വരെയുള്ള സമയത്തും വൈകിട്ട് 3:30 ശേഷമുള്ള സമയത്താണ് വെയിൽ കൊള്ളാനുള്ള പ്രോപ്പർ സമയം. അപ്പോൾ അടുത്ത സംശയം വരാം, എത്ര സമയം വെയിൽ കൊള്ളണം എന്നുള്ളത്.
എത്ര സമയം വെയിൽ കൊള്ളണം എന്നുള്ളത് കുട്ടികളുടെ തൊലിയുടെ നിറം അനുസരിച്ചിരിക്കും. അതായത് ബ്രൗൺ കളറുള്ള കുട്ടികളാണെങ്കിൽ, ഇച്ചിരി കറുത്ത കുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ മെലാനിൻ പിഗ്മെന്റ് വളരെ കൂടുതലുള്ളതിനാൽ ഈ മെലാനിൻ പിഗ്മെന്റ് സൂര്യപ്രകാശത്തെ ഒരു സൺസ്ക്രീൻ പോലെ തടുത്തു നിർത്തുകയും അവരുടെ ആഗിരണത്തിന് തടസ്സം നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇങ്ങനെ ബ്രൗൺ കളർ അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള കുട്ടികൾ ആഴ്ചയിൽ 4 തവണ 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ വെയിൽ കൊള്ളുന്നത് അവരുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻ D3 ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ ഇത്തിരി ഫെയർ സ്കിൻ ആയിട്ടുള്ള കുട്ടികളിൽ ആഴ്ചയിൽ 4 തവണ 15 മുതൽ 20 മിനിറ്റ് വരെ വെയിൽ കൊണ്ടാൽ മതിയാവുന്നതാണ്. മനസ്സിലാക്കുക, വൈറ്റമിൻ D3 മസിലുകളുടെയും എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അത് ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ അത്യാവശ്യമാണ്. വൈറ്റമിൻ D3 കുറഞ്ഞ കുട്ടികളിൽ ശ്വാസം മുട്ട് അതുപോലെ മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വെയിലുകളിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ D ഒരിക്കലും തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടുതലായി അതിനുള്ള വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുകയില്ല. മറിച്ച് ഡോക്ടറുടെ കുറിപ്പ് പ്രകാരമല്ലാതെ വൈറ്റമിൻ D3 സപ്ലിമെന്റ് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ ഡോസ് ഓവറായി അത് വൈപ്പർ വൈറ്റോനോസിസ് എന്നൊരു അസുഖം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കൂടി നാം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മാതാവിൻ്റെ മുലപ്പാലിൽ വൈറ്റമിൻ D3യുടെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ ഒഴിവു ദിവസങ്ങളിൽ മൊബൈൽ ഫോണിൽ നിന്ന് കുത്തിയിരിക്കുന്നത് ഒഴിവാക്കിയിട്ട് പുറത്ത് കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ വിടുന്നത് അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. താങ്ക് യു.